ഇപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ ശേഷം പ്യൂരിഫൈഡ് ചെയ്തൊരു വോട്ടർ പട്ടികയാണല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു 6% ഒക്കെ വ്യത്യാസം വരാനിടയുണ്ടെന്നാണ് നമ്മളെല്ലാം കണക്കാക്കിയിരുന്നത്. അത്രയ്ക്ക് വന്നിട്ടില്ല. എന്നാൽ പൊതുവെ ആ വോട്ടർ പട്ടികയ്ക്കകത്ത് നല്ലൊരു ശതമാനം ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ശ്രദ്ധേയമായത് പുതിയ തലമുറയിലെ വോട്ടർമാർ അവർ സമ്മതിദായക അവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. ഇപ്പോൾ പോളിംഗ് പണ്ടത്തെ ഒരു ഫോർമുലകളൊന്നും ഇപ്പോൾ ആരും വർക്ക് ചെയ്യാതെ കഴിഞ്ഞ തവണയും ഇവിടെയും നല്ല പോളിംഗ് ആയിരുന്നു. എല്ലായിടത്തും പോളിംഗ് വർദ്ധിച്ചിരുന്നു. പണ്ടത്തെ സമവാക്യങ്ങളൊന്നും ഇപ്പം അങ്ങനെ വർക്ക് ചെയ്തില്ല. എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് വന്നിട്ടുണ്ട്. അത് ഗുണകരമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുമെന്നാണ് കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ ജനങ്ങൾ അവരുടെ വിധി എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ 3-ാം തീയതി വരെ എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. 3-ന് ഇതിനിടയിൽ പ്രത്യേകിച്ച് പ്രവർത്തനം നടത്തിയിട്ട് വിധി അനുകൂലമാക്കാനോ പ്രതികൂലമാക്കാനുള്ള സിദ്ധികളൊന്നും ആരുടെ കയ്യിലില്ല. അവരവരുടെ വിധി എഴുതി നമ്മൾ എന്നാൽ അവരുടെ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ, മണ്ഡലത്തിൽ MLA-മാർ ചെയ്ത കാര്യങ്ങൾ, പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ അതെല്ലാം ജനങ്ങളിലേക്ക് നന്നായി എത്തിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ്. നെഗറ്റീവായ ഘടകങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നില്ല. പിന്നിപ്പോൾ അവരുടെ വിധി എഴുതി. അപ്പോൾ ഇനി 3-ാം തീയതി വരെ എല്ലാവരും സ്വസ്ഥമായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുക. അല്ല, ഇപ്പം എല്ലാം അവർ മാത്രമല്ല, ഞാൻ പറഞ്ഞു ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുക. കഴിഞ്ഞ തവണയും അവർ ആ രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നടത്തിയിരുന്നത്. അതിനകത്ത് സ്റ്റാഫിനെ വരെ കഴിഞ്ഞ തവണ തീരുമാനിച്ചിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി ആര്, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആര് എന്നത് ഉൾപ്പെടെ കഴിഞ്ഞ തവണയും തീരുമാനിച്ചിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കാണേണ്ട ഭാഗം ഇത്തവണ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫാക്ടറൊന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ ഉണ്ടായില്ല. അതുമാത്രമല്ല, പോസിറ്റീവായ ഒത്തിരിയേറെ ഘടകങ്ങൾ ഉയർന്നു പോകുന്നു. സർക്കാരും ഒടുവിൽ കുറേ കാര്യങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുറേ കൂടി വിസിബിൾ ആക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ വിധി എഴുതും. നല്ല വിജയം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വിധി കൗണ്ടിങ്ങിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. അല്ല, ഞാൻ ഭരണവിധി ആഞ്ഞടിക്കാൻ എന്തെങ്കിലും ഒരു എപ്പിക് സെൻറ്റർ എവിടെയെങ്കിലും ഒരു പ്രഭവ കേന്ദ്രം വേണം, എന്തെങ്കിലും കാരണങ്ങൾ വേണമല്ലോ. ഇതുണ്ടെന്ന് പറയുന്നവർ ഇന്ന കാരണം എന്ന് പറയാവുന്ന ഒരു കാരണവും ഇത്തവണ ഉണ്ടായില്ല. നിങ്ങളിപ്പോൾ ആരോടെങ്കിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നോ എന്തുകൊണ്ട് നിങ്ങൾ എതിരെ ചിന്തിക്കുന്നു എന്നും പല മാധ്യമങ്ങളും ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്നാലും ആയിക്കോട്ടെ എന്ന മട്ടിലാണല്ലോ UDF താല്പര്യമുള്ള ആളുകൾ പോലും പ്രതികരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും കേരളത്തിൽ പ്രചരണ ഘട്ടത്തിലൊന്നും തന്നെ അത്തരമൊന്നും വികാരം അനുഭവപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും UDF വിശ്വസിക്കാൻ പറ്റാവുന്ന സംവിധാനമല്ല എന്ന കാര്യങ്ങളാണ് ഒടുവിൽ പുറത്തു വന്നത്. ഇപ്പോഴും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, വോട്ടെടുപ്പ് സ്വാധീനിക്കാൻ പറ്റാതില്ലാത്തതുകൊണ്ട് അല്പമെങ്കിലും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനമാണെങ്കിൽ ഈ ഘട്ടത്തിലെങ്കിലും വയനാടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ദുരന്ത ബാധിതരുടെ പേരിൽ നടത്തിയ കൊള്ള അത് പുറത്തുവിടുകയാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് 10 വർഷം കഴിഞ്ഞൊരു ഗവൺമെൻറ് യാതൊരു തരത്തിലുള്ള അഴിമതി ആരോപണമോ മറ്റോ നേരിടാതിരിക്കുകയും 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു മുന്നണി സാമ്പത്തിക തട്ടിപ്പിന് ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, അതും രാഷ്ട്രീയത്തിൽ അപൂർവമായി സംഭവിച്ചതല്ല. അല്ല, ഞാൻ അത്രയും വലിയൊരു ഇത് കാണുന്നില്ല. പിന്നെ ഇത് ശരിയാണ്, ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ ഇത് സ്റ്റേറ്റ് കൊണ്ടുപോകുന്നതാണെന്നുള്ള ചിത്രം പോയല്ലോ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ഇത് സ്റ്റേറ്റ് കൊണ്ടുവന്നതാണ്, പിണറായി കൊണ്ടുപോകുന്നതാണ് SIR, അതുകൊണ്ട് വോട്ട്. ഇപ്പം അങ്ങനെയായിരുന്നില്ല, നമുക്ക് വോട്ട് ചെയ്തിരിക്കണം എന്ന് മാത്രമാണ് അവർക്കിടയിൽ വന്നിട്ടുള്ള സന്ദേശവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, SIRൽ വന്നിട്ടുള്ള പ്യൂരിഫിക്കേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ വോട്ടും വന്നില്ല. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു 5 to 6% ഒരു പോളിംഗ് ശതമാനം സ്വാഭാവികമായിട്ടും വർദ്ധിക്കേണ്ടതാണ്. മറ്റ് സ്റ്റേറ്റുകൾ കണ്ടില്ല, മറ്റ് ആസാം, പുതുച്ചേരിയൊക്കെ കണ്ടില്ല. UDFന്റെ അവകാശവാദത്തിൽ ഒരു കാര്യവുമില്ല. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള ഒരു കാരണവും ഇത്തവണ ഉണ്ടായിട്ടില്ല. LDFന് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാകും. ജനം വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിധി ദിനം വരെ കാത്തിരിക്കുക, May 3 വരെ കാത്തിരിക്കുക എന്ന് പറയുകയാണ് മന്ത്രി പി രാജീവ്.